ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേസ് കെറ്റിയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെട്രിസസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം, റാങ്ക് കാണുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റോ എക്ലോൺ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. സൊല്യൂഷൻ. ആദ്യം ഞാൻ ഈ തന്നിട്ടുള്ള മെട്രിക്സിനെ എ എന്ന് വിളിച്ചു. എ ഇസ് ഈക്വൽ ടു 350 005 500. അതെടുത്ത് എഴുതി. നമ്മൾ പഠിച്ചത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെന്റ് നോൺ സീറോ ആണോ ചെക്ക് ചെയ്യും. നോൺ സീറോ ആണ്, 3 ആണ് കിടക്കുന്നത്. ഇനി ആ 3യുടെ തൊട്ട് താഴെയുള്ള ടേംസ് സീറോ ആണോ ചെക്ക് ചെയ്യും. രണ്ടെണ്ണമാണ് ഇപ്പൊ വട്ടവിട്ടേക്ക്, രണ്ടെണ്ണമാണ് ഉള്ളത്. അതിൽ 3യുടെ തൊട്ട് താഴെ സീറോ ആണ്, അപ്പൊ അതിനകത്തൊരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ സീറോയുടെ തൊട്ട് താഴെ എന്താണ്? ഒരു 5 ആണ് കിടക്കുന്നത്. അപ്പൊ ആ 5ന് നമ്മൾ എന്താക്കണം? സീറോ ആക്കണം. അതിനുള്ള ഓപ്പറേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓപ്പറേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്? ഈക്വൽ ടു സൈൻ ആണ് കൊടുക്കേണ്ടത്, അല്ല ഈ ഒരു സൈൻ കൊടുക്കും. ഫസ്റ്റ് റോ അതേപോലെ എഴുതുന്നു, രണ്ടാമത്തെ റോയും അതേപോലെ എഴുതുന്നു, മൂന്നാമത്തെ റോയിൽ R3 ചേഞ്ചസ്. ഇവിടെ 5 ആണ്. 5ന്റെ അവിടെ സീറോ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വരുന്ന കേസിൽ, അപ്പൊ ഇത് 5ഉം 3യും ഒക്കെ ഇങ്ങനെ വരുന്ന കേസിൽ, ഇപ്പൊ മുകളിൽ ഇപ്പൊ 3യുടെ അവിടെ ഒരു 1 ആയിരുന്നെങ്കിൽ നമുക്ക് ആ 1നെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഇവിടെ 3 ആ കിടക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, ഈ 5നെ മുകളിലോട്ട് ക്രോസ് ചെയ്യുന്നു. എന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ, അതായത് 3R3 മൈനസ് 5R1. 3R3 മൈനസ് 5R1. അപ്പൊ എന്ത് കിട്ടുന്നു? 3 into 5 എന്താണ്? 15. 15 മൈനസ് 15, അത് 0 ആയില്ലേ? അടുത്ത് എന്ത് കിട്ടുന്നു? 3 into 0 മൈനസ് 5 into 5 മൈനസ് 25. അടുത്ത് എന്ത് കിട്ടുന്നു? അടുത്ത് എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ? അടുത്ത സ്റ്റെപ്പിൽ നോക്കി, 3 5 0. ഫസ്റ്റ് റോ അതേപോലെ. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ റോയിൽ 2 സീറോ ഉണ്ട്. മൂന്നാമത്തെ റോയിൽ എന്താണ്? മൂന്നാമത്തെ റോയിൽ 2 സീറോ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ താഴോട്ട് പോകും തോറും, അതായത് ഡയഗണൽ എലമെന്റിന് താഴോട്ട് പോകും തോറും സീറോയുടെ എണ്ണം ഇങ്ങനെ ഈ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോം ചെയ്യുന്ന ഫോമിൽ ഇങ്ങനെ ഒരു ഫോമിൽ സീറോ വരണം. ഓക്കെ, ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ റോയിനെ ഇന്റർചേഞ്ച് ചെയ്യണം. അതായത് സെക്കൻഡ് കിടക്കുന്ന റോയിനെ എടുത്ത് തേർഡ് എഴുതണം. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് രണ്ടാമത്തെ റോയിൽ നോക്കി, രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ രണ്ടെണ്ണം സീറോ അല്ല, മൂന്നാമത്തേതാണ് നോൺ സീറോ ആയിട്ട് കിടക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ തേർഡ് റോ നോക്കുമ്പോൾ സെക്കൻഡ് എലമെന്റ് തന്നെ നോൺ സീറോ ആയിട്ട് ഇടും. അപ്പൊ സെക്കൻഡ് എലമെന്റ് നോൺ സീറോ ആയിട്ടുള്ള റോയിനെ എടുത്ത് നമ്മൾ മുകളിൽ ഇടും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടുന്നു? R2 ഇന്റർചേഞ്ചസ് ടു R3 കൊടുക്കും. അപ്പോൾ 0 മൈനസ് 25 0 5. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കണേ. ചിലവരല്ലെങ്കിൽ മാർക്ക് എഴുത്തില്ല. ഇത് നമ്മൾ റാങ്ക് കാണാനാണ്. റാങ്ക് നമുക്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. റാങ്ക് 3 എന്നാ കിട്ടുന്നത്. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 ആണ് കിട്ടുന്നത്, നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഈ ഒരു ഇതിൽ നമ്മൾ എഴുതണം കേട്ടോ. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലേ നമ്മൾ ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് ഫോം ചെയ്യുന്നത്? ആണോ? ഞാൻ പണ്ട് കുറച്ച് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? 0 0 0. അപ്പൊ ഈ ഒരു ഫോമിൽ കിട്ടാനായിട്ട് നമ്മൾ റോയിനെ ഇന്റർചേഞ്ച് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇന്റർചേഞ്ച് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ ഇക്വേഷൻ y മൈനസ് 3z ഈസ് ഈക്വൽ ടു മൈനസ് 1, x പ്ലസ് z ഈസ് ഈക്വൽ ടു 1, 3x പ്ലസ് y ഈസ് ഈക്വൽ ടു 2, x പ്ലസ് y മൈനസ് 2z ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താണ്? ax ഈസ് ഈക്വൽ ടു ബി ഫോം തന്നെയാണ് അല്ലേ? അപ്പൊ ax ഈസ് ഈക്വൽ ടു ബി ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ ഹോമോജീനിയസ് ആണ്. അതായത് ആർച്ചസിന്റെ സൈഡിൽ ടേംസ് ഉണ്ടോ? ഉണ്ട്. നോക്കി, ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട് -1, രണ്ടാമത്തേത് 1, മൂന്നാമത്തേത് 2. അപ്പോൾ ax ഈസ് ഈക്വൽ ടു ബി ഫോം ആണ്, നോൺ ഹോമോജീനിയസ് ആണ്. ഇവിടെ നമ്മൾ എടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണോ പ്രൂവ് ചെയ്യണം.
അതിനുശേഷം സോൾവ് ദ സെയിം, അതിന്റെ സൊല്യൂഷനും കൂടി കാണുക. അപ്പൊ രണ്ട് കേസാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആകുന്നതിനുള്ളത്. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ നമ്പർ ഓഫ് അൺനോൺ ആയാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും, യുണീക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയി കഴിഞ്ഞാൽ അപ്പോഴും സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. ഓക്കെ, ഓഗ്മെന്റഡ് മെട്രിക്സ്, ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇത് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് നിങ്ങൾ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് ഒക്കെ എഴുതുന്നത് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ നോക്കി, ഫസ്റ്റ് ഇക്വേഷൻ എന്താ? y മൈനസ് 3z ഈക്വൽ -1. ഇവിടെ എന്തുണ്ട്? എക്സ് വൈ ഇസഡ് ആണ് നമ്മുടെ വേരിയബിൾ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് ഇല്ല, അപ്പൊ 0. y 1 ആണ്, ഇസഡ് -3 ആണ്, ബി മെട്രിക്സ് എന്താണ്? -1 ആണ്. അപ്പൊ ഞാൻ കൊടുത്തു. സെക്കൻഡ് റോ എന്താണ്? എക്സ് 1, y ഇല്ല, ഇസഡ് ഉണ്ട്, ബി എന്ന് പറയുന്നത് 1 ആണ്. തേർഡ് റോയോ 3, 1, ഇസഡ് 0, 2. ഫോർത്ത് റോയോ 1, 1, -2, 0. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും നമുക്കറിയാം. ഇനിയാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാവുന്ന ഇപ്പൊ ഗോസ് എലിമിനേഷൻ മെത്തേഡ് അല്ലേ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോസ് എലിമിനേഷൻ മെത്തേഡിനകത്ത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോൺ സീറോ ആയിരിക്കണം. ഇവിടെ നോൺ സീറോ ആണ്, അല്ല സീറോ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിലേക്ക് നോക്കുമ്പോൾ സെക്കൻഡ് റോയിൽ 1 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ റോയിനെ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ റോയിനെ ഇന്റർചേഞ്ച് ചെയ്തൊന്ന് എഴുതിക്ക്. അപ്പോൾ 1, 0, 1, R1 ഇന്റർചേഞ്ചസ് ടു R2. അപ്പോൾ 0, 1, -3, -1. തേർഡ് റോയും ഫോർത്ത് റോയും അതേപോലെ തന്നെ നമ്മൾ എഴുതിയാൽ മതി. 1, 1, -2, 0. ഓപ്പറേഷൻ എന്തായിരുന്നു? R1 ഇന്റർചേഞ്ചസ് ടു R2. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നോക്കുക, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് നമുക്ക് 1 എന്ന് കിട്ടി. ഇനി 1 തൊട്ട് താഴോട്ടുള്ള എലമെന്റ്സുകൾ 0 ആക്കാം. സെക്കൻഡ് റോ നോക്കുമ്പോൾ സെക്കൻഡ് റോയിൽ 0 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 3ഉം 1ഉം എന്താക്കണം? 0 ആക്കണം. ഓപ്പറേഷൻ ഏതുമായിട്ടാണ് കൊടുക്കുന്നത്? R1 കൊടുക്കുന്നത്. R1 ആണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, തെറ്റിക്കരുത്, R1 ആണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ R1 ഞാൻ അതേപോലെ എഴുതുന്നു. 1, 0, 1, 1. R2 മാറ്റമില്ല, R2 0 ആയതുകൊണ്ട് തന്നെ, R2ലെ ഫസ്റ്റ് എലമെന്റ് 0 ആയതുകൊണ്ട് തന്നെ അതും കുഴപ്പമില്ല, അതും അതേപോലെ എഴുതുന്നു അല്ലേ? ഇനി R3യിലാണ് മാറ്റം വരുന്നത്. R3യിൽ അവിടെ 3 ആണ് കിടക്കുന്നത് അല്ലേ? 3ന്റെ അവിടെ നമുക്ക് എന്താക്കണം? 0 ആക്കണം. R1 നമ്മൾ ഓപ്പറേഷൻ കൊടുക്കുക. R1ൽ എന്താണ്? 3ക്ക് നേരെ R1ൽ എന്താ? 1 ആണ്. അപ്പൊ 3 - 3 0 ആണ് നമുക്ക്. അപ്പൊ R3 ചേഞ്ചസ് ടു R3 - 3 R1 കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? 0. ഇത് എന്ത് കിട്ടുന്നു? 1 - 0, 1 കിട്ടുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? 0 - 3 × 1, അപ്പൊ -3 കിട്ടുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? 2 - 3, -1 കിട്ടുന്നു. R4 എന്ത് കിട്ടുന്നു? R4 എന്താ? 1 ആണ് അല്ലേ? R1ൽ എന്താ? 1 അല്ലേ കിടക്കുക. അപ്പൊ R4 -R1 ഓപ്പറേഷൻ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടുന്നു? 1 - 1 0, 1 - 0 1, -2 - 1 -3, 0 - 1 -1. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇനി സെക്കൻഡ് റോയിലേക്ക് പോകും അല്ലേ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഏതാണ്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. 1ന് തൊട്ട് താഴോട്ടുള്ള എലമെന്റുകൾ 0 ആക്കാം. ഇതും 0 ആക്കാം അല്ലെ? ഈ 1, 1 0 ആക്കാം. അപ്പൊ അതിനുള്ള ഓപ്പറേഷൻ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ സെക്കൻഡ് റോയിലേക്കാണ് ഓപ്പറേഷൻസ് സെക്കൻഡ് റോയുമായിട്ടാണ് ഓപ്പറേഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ റോ അതേപോലെ എഴുതുന്നു. രണ്ടാമത്തെ റോ നമ്മൾ അതേപോലെ എഴുതുന്നു. രണ്ടാമത്തേതാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ല, 1ഉം 2ഉം ഫിക്സ് ചെയ്തു. രണ്ടുമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ R3യിൽ കണ്ടോ? R3യിൽ 1 അല്ലേ കിടക്കുന്നത്? R2 ആയിട്ട് ചെയ്യുമ്പോൾ എന്താ നോക്കുന്നത്? R2ൽ 1 ആണ്. അപ്പൊ 1 - 1 0 ആണ്. അപ്പൊ R3 ചേഞ്ചസ് ടു R3 - R2 കൊടുത്താൽ മതി. അതേപോലെ R4 ചേഞ്ചസ് ടു എന്താ? R4 - R2 കൊടുത്താൽ മതിയല്ലോ. അതും 1, 1 അല്ലേ? നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 0, 0, -3 -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 0 കിട്ടുന്നു അല്ലേ? -1 -1 എന്ന് പറഞ്ഞാൽ -1 +1 അത് 0 കിട്ടും.
0 0 ഇതും 0 ഇതും 0. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റാങ്ക് എന്ന് പറയുന്നത് അറിയാമല്ലോ. റാങ്ക് എന്താണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നോൺ സീറോ ആയിട്ടുള്ള എത്ര റോ ഉണ്ട്? 1 2 റോയേ ഉള്ളൂ. അപ്പൊ റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഫുൾ മെട്രിക്സ്. അപ്പൊ അത് 2 കിട്ടി. റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡോട്ടഡ് ലൈന് ഇപ്പുറത്തോട്ടുള്ള മെട്രിക്സ്, ഡോട്ടഡ് ലൈന് ലെഫ്റ്റ് സൈഡിലുള്ള മെട്രിക്സ്. അപ്പൊ അതിന്റെ റാങ്ക് എന്താണ്? 2 ആണ്. ഇവിടെ നമ്പർ ഓഫ് അൺനോൺ എത്ര എണ്ണം ഉണ്ടായി? നമ്പർ ഓഫ് അൺനോൺസ് എക്സ് വൈ ഇസഡ് അല്ലേ? 3 എണ്ണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? ഈ സിസ്റ്റം. അപ്പൊ കണ്ടീഷൻ എഴുതാം. റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ് ആയാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് and has infinite number of solutions. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇനി ആ സൊല്യൂഷൻസ് കാണണ്ടേ? സൊല്യൂഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് എന്താ വരുന്നത്? ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് n - r അല്ലേ? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺസ്. ഇവിടെ 3 ആണ്, റാങ്ക് 2. അപ്പോൾ ഒരെണ്ണമാണ് നമ്മൾ ആർബിട്രറി ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലാസ്റ്റ് എഴുതി നിർത്തിയേക്കുന്ന മെട്രിക്സിന്റെ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ? 1 0 1 1 അല്ലേ? അപ്പൊ 1 0 0 y 0. അപ്പൊ z ഉണ്ട് അല്ലേ? z x plus z is equal to 1 എന്ന് കിട്ടും അല്ലേ? നോക്കിക്കേ, 1 0 1 1. അടുത്ത എന്താ? 1 -3 -1. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. x plus z is equal to 1, y minus 3z is equal to -1. ഇക്വേഷൻ നമ്പർ 2 നോക്കുക. നമ്മൾ അപ്ലൈയിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അപ്ലൈയിങ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ബാക്കിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇസഡ് എന്താണ്? ഇസഡ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ ആർബിട്രറി ആയിട്ട് ഒരെണ്ണം ചൂസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? പുട്ട് ഇസഡ് ഇസിക്കൽ ഞാൻ ടി എന്ന് ആർബിട്രറി കോൺസ്റ്റന്റ് എടുക്കും. ടി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2വിനകത്ത് y എന്താവും? -1 + 3t, അതായത് 3t -1 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1നകത്ത് കൊണ്ട് എക്സ് എന്ത് കിട്ടുന്നു? അപ്പോൾ x is equal to 1 - t എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സിന്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് നമുക്ക് എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ഒക്കെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ ഇക്വേഷൻസ് x plus 2y minus z is equal to 0, 3x plus y minus z is equal to 0 and 2x minus y is equal to 0 have non-trivial solution and find them. അപ്പൊ ഇവിടെ ഈ നോൺ ട്രിവിയൽ എന്നൊക്കെ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്? ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ഹോമോജീനിയസ് മനസ്സിലാക്കുന്നത്? റൈറ്റ് സൈഡ് നോക്കുക, എല്ലാം 0 അല്ലേ? അതായത് ax is equal to 0 ഫോം ആണ്. ഹോമോജീനിയസ് അല്ലേ? ഹോമോജീനിയസ് ആകുമ്പോൾ എന്താ? 2 കണ്ടീഷൻ, ട്രിവിയലും ഉണ്ട്, ട്രിവിയൽ സൊല്യൂഷനും ഉണ്ട്, നോൺ ട്രിവിയൽ സൊല്യൂഷനും ഉണ്ട് അല്ലേ? ട്രിവിയലും ഉണ്ട്, നോൺ ട്രിവിയലും ഉണ്ട്. അതായത് ട്രിവിയൽ എന്താ? റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയാൽ ട്രിവിയൽ ആണ്. നോൺ ട്രിവിയൽ എന്താണ്? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ. അപ്പൊ ആ സൊല്യൂഷൻസും കണ്ടുപിടിക്കണം അല്ലേ? ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കൂടി നമ്മൾ കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള മെട്രിക്സിൽ നിന്ന് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യണം. ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഓഗ്മെന്റഡ് എഴുതുമ്പോൾ മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. അപ്പൊ ശ്രദ്ധിച്ച് വേണം ക്വസ്റ്റ്യൻസ് നോക്കാൻ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ നമുക്ക് മെട്രിക്സിൽ കിട്ടിയാലും
നമ്മൾ ആദ്യം ബി മെട്രിക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബി മെട്രിക്സ് ഉണ്ടെങ്കിൽ അതൊരു നോൺ ഹോമോജീനിയസ് ആണെന്നും ബി മെട്രിക്സ് 0 ആണെങ്കിൽ, അതായത് റൈറ്റ് സൈഡിൽ ടേം 0 ആണെങ്കിൽ, എല്ലാ ഇക്വേഷൻസിന്റെയും റൈറ്റ് സൈഡിൽ 0 ആണെങ്കിലേ ഉള്ളൂ, എല്ലാ ഇക്വേഷൻസിന്റെയും റൈറ്റ് സൈഡിൽ 0 ആണെങ്കിൽ നമ്മുടെ ബി മെട്രിക്സ് 0 ആണെന്നും അതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഹോമോജീനിയസിന് രണ്ട് ടൈപ്പ് സൊല്യൂഷൻ ആണ്, ട്രിവിയൽ സൊല്യൂഷനുമാണ് നോൺ ട്രിവിയൽ സൊല്യൂഷനുമാണ് ഉള്ളത്. അതിൽ ട്രിവിയൽ സൊല്യൂഷൻ ആകണമെന്നുണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ, അതായത് ബി മെട്രിക്സ് ഇല്ലല്ലോ, അപ്പോൾ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിവിയൽ സൊല്യൂഷനും റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ ട്രിവിയൽ സൊല്യൂഷനുമാണ് ഉള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലീനിയർ ഇക്വേഷൻസിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യുക. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താ? ഓഗ്മെന്റഡ് മെട്രിക്സ് മെട്രിക്സ് എ എഴുതിയാൽ മതി. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് 2y മൈനസ് ഇസഡ് അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ ഒന്ന് എഴുതിക്കേ. അപ്പോൾ എക്സ് പ്ലസ് 2y മൈനസ് ഇസഡ് ബി മെട്രിക്സ് ഇല്ലേ? അടുത്ത സെക്കൻഡ് ഇക്വേഷനോ? അതിൽ നിന്നും 3x പ്ലസ് y മൈനസ് ഇസഡ്, അപ്പൊ 3 1 മൈനസ് 1. തേർഡോ 2 മൈനസ് 1 ഇസഡ് ഇല്ല. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഉദ്ദേശം എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോൺ സീറോ ആണ് ചെക്ക് ചെയ്തത്. അപ്പൊ നോൺ സീറോ ആണ്, 1 ആണ്. ഈ 1ന് തൊട്ട് താഴെ ഉള്ളതൊക്കെ 0 ആക്കണം. ഓക്കെ, 1ന് തൊട്ട് താഴെ ഉള്ളതൊക്കെ 0 ആക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എളുപ്പത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോ എന്താ ഇന്റർചേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എന്താണ്, ഇവിടെ 3 ആണ് കിടക്കുന്നത്, മുകളിൽ 1 ആണ് കിടക്കുന്നത്, അത് വെച്ചിട്ട് എന്താണ് ഒരു 3 R1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ R2 മൈനസ് 3 R1 കൊടുത്തു കഴിഞ്ഞാൽ 0 ആയി പോകും. എങ്ങനെ വേണേലും ചെയ്യാം. കൊടുക്കുവാണേ. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ അതേപോലെ എഴുതുന്നു. സെക്കൻഡ് R2 ചേഞ്ചസ് ടു R2 മൈനസ് 3 R1, 3 ആണേ. അപ്പൊ എന്ത് കിട്ടും? 3 മൈനസ് 3 0. അടുത്ത എന്താ? 1 മൈനസ് 3 ഇൻറ്റു 2, അപ്പൊ 1 മൈനസ് 6 മൈനസ് 5. അടുത്ത എന്ത് കിട്ടുന്നു? മൈനസ് 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 1, അതായത് മൈനസ് 1 പ്ലസ് 3, അപ്പൊ എന്ത് കിട്ടുന്നു? 2 എന്ന് കിട്ടുന്നു അല്ലേ? അടുത്തതോ R3 ചേഞ്ചസ് ടു നോക്കിക്കേ. R3 ഇവിടെ 2 അല്ലേ, മുകളിൽ എന്താ? R1 എന്താ? 1 അല്ലേ? അപ്പൊ R3 മൈനസ് 2 R1 കൊടുത്തേ. 2 മൈനസ് 2 ഇൻറ്റു 1 0, മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 2, അപ്പൊ എന്ത് കിട്ടുന്നു? മൈനസ് 1 മൈനസ് 4 മൈനസ് 5. അടുത്ത എന്ത് കിട്ടുന്നു? 0 മൈനസ് 2y ഇൻറ്റു മൈനസ് 1, അപ്പൊ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? 1 2 മൈനസ് 1. ഇനി സെക്കൻഡ് റോയില് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഏതാണ്? മൈനസ് 5 അല്ലേ? അതിന് തൊട്ട് താഴെയുള്ള എലമെന്റ് 0 ആക്കണം. ഇവിടെ മൈനസ് 5 ആണ്. അപ്പൊ നമ്മൾ അതിനുള്ള ഓപ്പറേഷൻ എന്താ വരുന്നത്? R3 ചേഞ്ചസ് ടു R3 മൈനസ് R2 0 മൈനസ് 5 മൈനസ് 5 അല്ലേ? മൈനസ് 5 പ്ലസ് 5 0 ആണ്. അടുത്ത എന്താ? 2 മൈനസ് 2 0 ആണ്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റാങ്ക് എന്താ കിട്ടിയത്? റാങ്ക് നോക്കിയ റാങ്ക് ഓഫ് എ 2 അല്ലേ കിട്ടി? നമ്പർ ഓഫ് നോൺ സീറോ റോസ്. നമ്പർ ഓഫ് അൺനോൺസ് എത്ര എണ്ണം ഉണ്ട്? 3 ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് വേണ്ടേ? നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് n മൈനസ് 6 എന്ത് കിട്ടുന്നു? 3 മൈനസ് 2 ഇസിക്കൽ 1 കിട്ടുന്നു. ഇതെന്താണ്? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയതുകൊണ്ട് സിസ്റ്റം
ഇതിന് എന്തുണ്ട്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണല്ലേ. സിസ്റ്റം ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇനി ആ സൊല്യൂഷൻ നമുക്കൊന്ന് കാണാം. സൊല്യൂഷൻ കാണുന്നത് എങ്ങനെയാ? ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന മെട്രിക്സിൽ നിന്നും ഇക്വേഷൻ ഫോം ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 2y മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. അടുത്ത എന്ത് കിട്ടുന്നു? മൈനസ് 5y മൈനസ് 2 ഇസഡ് ഇസ് ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൈനസ് 2y പ്ലസ് 2 ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഒരെണ്ണം ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ ആർബിട്രറി ആയിട്ട് നമുക്ക് പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടി എന്ന് കൊടുത്താൽ ഇക്വേഷൻ നമ്പർ 2 എന്താകുന്നു? 2വിനകത്ത് ഇസഡിന്റെ അവിടെ ടി കൊടുത്തു കഴിഞ്ഞാൽ y എന്താകുന്നു? y എന്ന് പറയുമ്പോൾ ഇത് മൈനസ് 2ta ഡിവൈഡഡ് ബൈ മൈനസ് 5. അപ്പോൾ 2t/5 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 എന്താകുന്നു? അതിൽ നിന്ന് എക്സ് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് മൈനസ് 2y എന്നല്ലേ? ഇസഡ് മൈനസ് 2y. ഇസഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ? ടി ആണ്. ടി മൈനസ് 2 ഇൻറ്റു ബൈ 2t/5 ആണ് കിട്ടുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നു? സോൾവ് ചെയ്തപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ടി മൈനസ് 40/5. ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5t മൈനസ് 40 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു t/5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? എക്സ് എന്ന് പറയുന്നത് t/5 എന്ന് കിട്ടി, y എന്ന് പറയുന്നത് 2t/5 എന്ന് കിട്ടി, ഇസഡ് എന്ന് പറയുന്നത് t എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. അവർ ഈ നോൺ ട്രിവിയൽ കാണാനായിട്ട് ഒന്നെങ്കിൽ ചോദിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഷോ ദാറ്റ് ദ ഇക്വേഷൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കും. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ഇത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണോ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാവുള്ളൂ. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോ എക്ലോൺ മെത്തേഡ് ആണ്. റോ എക്ലോൺ മെത്തേഡും ഗോസ് എലിമിനേഷൻ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പഠിച്ചപ്പോൾ ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്തായിരുന്നു? ഒന്നുകിൽ 3 ആണെങ്കിൽ 3 ആയിരുന്നു, അല്ലെ 5 ആണെങ്കിൽ 5, അങ്ങനെയല്ലായിരുന്നു. പക്ഷേ റോ എക്ലോൺ മെത്തേഡ് ആകുമ്പോഴത്തേക്ക് ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. റെഡ്യൂസ് ടു റോ എക്ലോൺ ഫോം ആൻഡ് ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഇവിടെ ക്വസ്റ്റ്യൻ മെട്രിക്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഞാൻ ചെയ്യുവാണ്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്താണ്? 1 ആണോ ചെക്ക് ചെയ്യണം. ഇവിടെ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ 1 ആണ് അല്ലേ? അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഒരു ഡിവൈഡഡ് ബൈ 2 ചെയ്ത് ഇതിനെ ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിയുമ്പോൾ എന്താവും? ഫസ്റ്റ് ടൈം എന്താവും? 1 ആയി മാറുകയാണ്. ഇവിടെ ഇപ്പോൾ 1 ആയതുകൊണ്ട് നമ്മൾ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ റോ എക്ലോൺ മെത്തേഡിനകത്ത് ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ആ ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് തൊട്ട് താഴെയുള്ള എലമെന്റ് എല്ലാം നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിലെ പോലെ തന്നെ 0 ആക്കുകയും വേണം. അതായത് ഡയഗണൽ എലമെന്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം എന്നാണ് പറഞ്ഞു തന്നത്. ഡയഗണൽ എലമെന്റ് മാത്രമല്ല, സെക്കൻഡ് റോയിലെ ഇപ്പോൾ ആദ്യം കാണുന്ന നോൺ സീറോ ആയിട്ടുള്ള എലമെന്റും 1 ആയിരിക്കും. ഇവിടെ നോക്കാം, ഇവിടെ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെന്റ് 1 ആണ്. അപ്പൊ അത് നമ്മൾ മാറ്റമൊന്നുമില്ല, അത് നമ്മൾ അതേപോലെ എഴുതുന്നു. 1 മൈനസ് 1 0 2 1. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 1ന് തൊട്ട് താഴെയുള്ള ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് കിടക്കുന്ന ഈ യെല്ലോ കളർ വട്ടം ഇട്ടേക്കുന്ന 1ന് തൊട്ട് താഴെ കിടക്കുന്ന എലമെന്റ്സുകൾ 0 ആക്കണം. 3 4 9 0 ആക്കണം. ഓക്കെ, അത് നമ്മൾ ഗോസിൽ ചെയ്തിട്ടുള്ളതാണ്. ഗോസിൽ ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ്. ഡയഗണൽ എലമെന്റ്, അതായത് ഓരോ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കണം എന്നേ ഉള്ളൂ. അതേ ഉള്ളൂ വ്യത്യാസങ്ങൾ. അപ്പൊ R2 ചേഞ്ചസ് ടു, ഇവിടെ 3 അല്ലേ? 3ന്റെ അവിടെ 0 ആക്കാൻ എന്താ? 3 മൈനസ് 3 0 ആണെന്ന് അറിയാം. അപ്പൊ R1 ആയിട്ടാണ് ഓപ്പറേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ R2 മൈനസ് 3R1. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഇത് 0 കിട്ടുന്നു. 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 1. അപ്പോൾ 1 പ്ലസ് 3 4 എന്ന് കിട്ടുന്നു. 1 മൈനസ് 0
1 എന്ന് കിട്ടുന്നു. അടുത്തത് -1 -3 ഇൻറ്റു 2, അപ്പോൾ -7 എന്ന് കിട്ടുന്നു. അടുത്തത് 2 - 3 -1 എന്ന് കിട്ടുന്നു. അടുത്ത R3 ചേഞ്ചസ് ടു R3യിൽ 4 അല്ലേ കിടക്കുന്നത്, R1 ആയിട്ട് ചെയ്യുമ്പോൾ 4 - 4 0 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ R3 - 4R1 ഓപ്പറേഷൻ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടുന്നു? 0. 0 - 4 ഇൻറ്റു -1 എന്താ? പോസിറ്റീവ് ആയിട്ടുള്ള 4 ആയി. ഇനി അടുത്ത എന്താ? 1 - 4 ഇൻറ്റു 0 1 എന്ന് കിട്ടുന്നു. 0 - 4 ഇൻറ്റു 2 -8 എന്ന് കിട്ടുന്നു. 3 - 4 എന്ത് കിട്ടുന്നു? -1 എന്ന് കിട്ടുന്നു. അപ്പോൾ R3യും കഴിയും. ഓക്കെ അല്ലേ? 4 1 -8 1. ഇനി അടുത്ത എന്താ? R4 ചേഞ്ചസ് ടു എന്താ വരുന്നത്? R4 9 ആണ് കിടക്കുന്നത് അല്ലേ? ആ 9ന്റെ അവിടെ 0 ആക്കാം. R1 ആയിട്ട് ചെയ്യുമ്പോൾ 9 - 9 0 ആണ്. അപ്പോൾ R4 - 9 R1 കൊടുത്തേ. അപ്പോൾ എന്ത് കിട്ടുന്നു? 9 - 9 0. അടുത്ത എന്ത് കിട്ടുന്നു? -1 -9 ഇൻറ്റു -1. അപ്പോൾ എന്ത് കിട്ടുന്നു? -1 + 9 ആയില്ലേ? അപ്പോൾ 8 എന്ന് കിട്ടുന്നു. അടുത്ത എന്താ? 2. അടുത്ത എന്താ? 3 - 9 ഇൻറ്റു 2. അപ്പോൾ 3 - 18 -15. അടുത്ത എന്താ? 7 - 9 -2. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോകും. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഏതാണ്? 4 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ റോയ്ക്ലോ മെത്തേഡിനകത്ത് ഈ 4 ആകാൻ പാടില്ല. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്തായാലും 1 ആയിരിക്കും. അപ്പോൾ ഇത് 1 ആക്കണം. 1 ആക്കിയതിന് ശേഷമാണ് ഇതിന് തൊട്ട് താഴെയുള്ള ഈ 4ഉം 8ഉം 0 ആക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കിക്കേ. അതിനുള്ള ഓപ്പറേഷൻ എന്താണ്? നമ്മൾ ആദ്യത്തെ റോ അതേപോലെ എഴുതുന്നു. സെക്കൻഡ് റോ നോക്കി. സെക്കൻഡ് റോയിൽ 4 ആണ് കിടക്കുന്നത്. ആ 4നെ 1 ആക്കാനായിട്ട് നമ്മൾ ത്രൂ ഔട്ട് സെക്കൻഡ് റോയിനെ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ട് സെയിം അല്ലേ? R2 ചേഞ്ചസ് ടു R2 ഇൻറ്റു 1/4 അല്ലെങ്കിൽ R2/4. അപ്പോൾ എന്ത് കിട്ടുന്നു? 0 1 1/4 -7/4 -1/4. തേർഡ് റോ അതേപോലെ എഴുതുന്നു. 0 4 1 -8 -1. ഫോർത്ത് റോ അതേപോലെ 0 8 2 -15 -2. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഈ 4ഉം 8ഉം 0 ആക്കണം അല്ലേ? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കിയതിന് ശേഷം 1ന് തൊട്ട് താഴെയുള്ള എലമെന്റുകൾ 0 ആക്കണം. ഓപ്പറേഷൻ കൊടുക്കാം. പിന്നെ ഇപ്പോൾ ആദ്യത്തെ 2 റോ നമ്മൾ അതേപോലെ എഴുതണം. 0 1 1/4 -7/4 -1/4. R3 ചേഞ്ചസ് ടു R3 മൈനസ് എന്താണ്? 4R2. അപ്പോൾ എന്ത് കിട്ടുന്നു? 0 ഇത് 0 വന്നു. അടുത്ത് ശ്രദ്ധിച്ച് എഴുതണേ. 1 - 4 ഇൻറ്റു 1/4 അല്ലേ? അപ്പോൾ എന്ത് കിട്ടുന്നു? 0 കിട്ടുന്നു. കൊടുക്കുവാണേ. അടുത്ത എന്താണ്? -8 - 4 ഇൻറ്റു 7/4 അല്ലേ? -7/4 അല്ലേ? അപ്പോൾ -8 പ്ലസ് 7 വന്നു അല്ലേ? -8 പ്ലസ് 7 -1 വന്നു. അടുത്ത എന്ത് വരുന്നു? -1 പ്ലസ് 1. സോറി, -1 പ്ലസ് 1. ആ ശരിയാ, കറക്റ്റ്, 0. ഓക്കെ. ഇനി അടുത്തത് R4 ചേഞ്ചസ് ടു R4ന്റെ ഓപ്പറേഷൻ കൊടുത്തേ. R4 ഇവിടെ 8 അല്ലേ കിടക്കുന്നത്? R2 ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? R4 മൈനസ് 8R2. അപ്പോൾ എന്ത് കിട്ടുന്നു? 0 2 മൈനസ് 8/4. അപ്പോൾ എന്ത് കിട്ടും? ഒരു സെക്കൻഡ് എഴുതി നോക്കാം. R4 എന്താണ്? 2.
2 minus 8 into 1/4. 2 minus 2 0 കിട്ടുന്നു. ഓക്കെ, അടുത്ത എന്താ കിട്ടുന്നത്? -15 minus 8 into R2 എന്താണ്? -7/4 അല്ലേ? അപ്പോൾ എന്ത് കിട്ടുന്നു? ഇതും വെട്ടിയിട്ട് ഇവിടെ 2 എഴുതാം അല്ലേ? -15 +14 അല്ലേ? -1 കിട്ടുന്നു. അടുത്ത എന്ത് കിട്ടുന്നു? -2 -8 into -1/4. ഇതും പോയിട്ട് ഇവിടെ 2 വന്നു. -2 + 2. ഇത് പ്ലസ് അല്ലേ? പ്ലസ് ആകുമല്ലോ. അപ്പോൾ അത് 0 വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്ത എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് തേർഡ് റോ നോക്കുന്നു. തേർഡ് റോ നോക്കുമ്പോൾ തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്താണ്? 1 ആണോ? അല്ല, -1 ആണ്. ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് നമ്മൾ 1 ആക്കണം. -1. അപ്പോൾ ആ -1 1 ആക്കാൻ എന്താ? ഒരു -1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 1 -1 0 2 1. ബാക്കിയുള്ള അതേപോലെ നമ്മൾ എഴുതുന്നു. R3 changes to R3 into -1. 0 0 0 1 0. അതേപോലെ തന്നെ R4 അടുത്ത ഓപ്പറേഷൻ കൊടുക്കാൻ മതി, അല്ലെങ്കിൽ അടുത്ത ഓപ്പറേഷൻ കൊടുക്കാം. അടുത്തതിൽ കൊടുക്കാവേ. 0 0 0 -1 0. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ എന്താ? ആ 1ന്, അതായത് തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1ന് തൊട്ട് താഴെ കിടക്കുന്ന -1 0 ആക്കണം അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? 1 -1 0 2 1 0 1 1/4 -7/4 -1/4 0 0 0 1 0. എന്ത് കിട്ടുന്നു? 0 0 0. ഓപ്പറേഷൻ എന്താ? R4 ചേഞ്ചസ് ടു R4 + R3 ചെയ്താൽ പോലെ 0 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോ അല്ലേ? റാങ്ക് ഓഫ് എ എന്താണ് കിട്ടിയത്? റാങ്ക് ഓഫ് എ എന്ന് എഴുതി. റാങ്ക് ഓഫ് എ എന്താ കിട്ടിയത്? 3 എന്നാണ് കിട്ടിയത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റോ എക്ലോൺ മെത്തേഡ് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യണം. റോ എക്ലോൺ മെത്തേഡിൽ ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കണം. 1ന് തൊട്ട് താഴെയുള്ള എലമെന്റ് എല്ലാം 0 ആക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ലാംഡ ആൻഡ് ന്യൂ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x + 3y + 5z = 9, 7x + 3y - 2z = 8, 2x + 3y + lambda z = new has no solution, a unique solution, a one parameter family of solution. അപ്പൊ ഇവിടെ ന്യൂവിന്റെയും ലാംഡയുടെയും വാല്യൂസ് വെച്ചിട്ട് നമ്മൾ നോ സൊല്യൂഷൻ ആകുമ്പോൾ ഉള്ള വാല്യൂ കണ്ടുപിടിക്കുക, യുണീക് സൊല്യൂഷൻ ആകുമ്പോൾ ഉള്ള വാല്യൂ കണ്ടുപിടിക്കുക, ന്യൂവിന്റെയും ലാംഡയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്നും എന്താണ് ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യുന്നു അല്ലേ? ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഒന്ന് ഫോം ചെയ്തേ. ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഈസ് ഈക്വൽ ടു 2 3 5 9. അടുത്തത് 7 3 -2 8. അടുത്ത 2 3 ലാംഡ ന്യൂ. ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത്? ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് നോൺ സീറോ ആണോ ചെക്ക് ചെയ്ത്. നോൺ സീറോ ആണ്, 2 ആണ്. അതിനുശേഷം എന്താ? ഈ 2ന് തൊട്ട് താഴെ കിടക്കുന്ന ടേംസ്, അതായത് ഈ 7ഉം ഈ 2ഉം 0 ആക്കണം. അതിനുള്ള ഓപ്പറേഷൻ കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് റോ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഫസ്റ്റ് റോ 2 3 5 9 അതേപോലെ എഴുതുന്നു. ഇനി നമ്മൾ ഓപ്പറേഷൻ R2 ചേഞ്ചസ് ടു, ഇതെന്താണ്? 7 ആണ് അല്ലേ? മുകൾ 2 അല്ലേ? ഇപ്പൊ ഇത് ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 R2 - 7 R1 ഒന്ന് ചെയ്തേ. 2 × 7 - 7 × 2. അപ്പൊ എന്താ?
0 എന്ന് കിട്ടിയില്ല, അപ്പൊ 0. അടുത്ത ടേം എന്ത് വരുന്നു? 2 into 3 6 minus 21 minus 15 വരുന്നു. അടുത്ത എന്ത് വരുന്നു? -4 minus 35 -4 minus 35 എന്നാ -39 കിട്ടും അല്ലേ? അടുത്ത എന്ത് കിട്ടുന്നു? അടുത്തത് -47 കിട്ടും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി 2നെ കളയണ്ടേ? 7 തൊട്ട് താഴെയുള്ള, അപ്പൊ 2ഉം R1ഉമായിട്ടല്ലേ നമ്മൾ ഓപ്പറേഷൻ കൊടുക്കുന്നത്. അപ്പൊ R1 എന്താ? 2 അല്ലേ? അപ്പൊ 2 - 2 0 എന്ന്. അപ്പൊ R3 changes to R3 minus R1. അപ്പൊ എന്ത് കിട്ടുന്നു? 0 ലാംഡ -5 ന്യൂ -9 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ ഓപ്പറേഷൻസ്, സോറി, ഇവിടുത്തെ ഓരോ പാർട്ടുകൾ. ഫസ്റ്റ് പാർട്ട് എന്താണ്? നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ. അപ്പൊ ഈ നോ സൊല്യൂഷന്റെ കണ്ടീഷൻ നിങ്ങൾക്കറിയാം. എന്താണ്? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ അല്ലേ? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അപ്പോൾ ഇവിടെ ഈ ഒരു ഫുൾ മെട്രിക്സ് ആണ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് 3യും റാങ്ക് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ എയുടെ റാങ്ക് 2 ആയി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഡോട്ടഡ് ലൈന് ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ ആണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സിൽ ഈ ലാംഡ -5ന്റെ അവിടെ 0 ആയാൽ മാത്രമേ നമ്മുടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്ന 2 ആവുകയുള്ളൂ. ഓക്കെ അല്ലേ? ഈ ലാംഡ -5ന്റെ അവിടെ നിങ്ങൾ 0 എഴുതി നോക്കി. 0 എഴുതി നോക്കുമ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താകും? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആവുകയും ഈ ന്യൂ -9 എന്ന് പറയുന്നത് 0 ആകാൻ പറ്റില്ല. ഈ ന്യൂ -9ന്റെ അവിടെ നമ്മൾ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും 2 ആയി പോകും. അത് പറ്റില്ല. ന്യൂ -9 നോട്ട് ഈക്വൽ ടു 0യും ലാംഡ -5 ഈക്വൽ ടു 0യും ആയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു നോ സൊല്യൂഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ലാംഡ -5ന്റെ അവിടെ നിങ്ങൾ 0 ഇട്ട് നോക്കി. 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്ന 2 ആവുകയും ന്യൂ -9ന്റെ അവിടെ നമ്മൾ 0 ഇടാൻ പറ്റില്ല. അത് 0 ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി പോകും? റാങ്ക് ഓഫ് എ ബിയും 2 ആയി പോകും. നമ്മുടെ എന്താണ് നമുക്ക് വേണ്ട? എന്താണ്? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 വേണം. അപ്പോൾ റാങ്ക് ഓഫ് എ ബി 3 ആകണമെന്നുണ്ടെങ്കിൽ ന്യൂ -9 എന്ന് പറഞ്ഞാൽ ഒരിക്കലും 0 ആകാൻ പാടില്ല. ലാംഡ -5 0 ആയിട്ടുണ്ട്. അത് 0 ആയെങ്കിൽ റാങ്ക് ഓഫ് എ 2 ആകത്തുള്ളൂ. ഇതാണ് സംഭവം. അപ്പൊ ഇതാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? The system has no solution if rank of A be not equal to rank of A. This is possible only if lambda -5 is equal to 0 and ന്യൂ -9 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ന്യൂ -9 ഒരിക്കലും 0 ആകാൻ പാടില്ല. 0 ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും 2 ആയി മാറും. ഓക്കെ, therefore the system has no solution if lambda is equal to 5 and ന്യൂ നോട്ട് ഈക്വൽ ടു 9. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നോ സൊല്യൂഷൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് യുണീക് സൊല്യൂഷൻ ആൻസർ വേണ്ടേ? യുണീക് സൊല്യൂഷൻ നോക്കുക. രണ്ടാമത്തെ പാർട്ട് യുണീക് സൊല്യൂഷൻ. അപ്പൊ യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ അറിയാം അല്ലേ? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ആയി കഴിഞ്ഞാല് നമുക്ക് യുണീക് സൊല്യൂഷൻ കിടത്തും. സിസ്റ്റം കൺസിസ്റ്റന്റ് ആൻഡ് യുണീക് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലേ ഉള്ളത്. എക്സ് വൈ ഇസഡ് അല്ലേ? അപ്പൊ നമ്മുടെ റാങ്കും എന്താകണം? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും എന്താണ്? 3 തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുള്ള ആ മെട്രിക്സ് ഞാൻ ഒന്നുകൂടെ ഇവിടെ ഒന്ന് എഴുതി കാണിക്കുകയാണ്. ഓപ്പറേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എഴുതിയിട്ടുള്ള മെട്രിക്സ് ആണ് ഇവിടെ ഒന്നുകൂടെ ഞാൻ എഴുതി കാണിക്കുന്നത്. അപ്പൊ എന്താണ്? 2 3 5 9 5 3 5 9 5 3 5 3 5 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
0 -15 -39 -47 0 0 ലാംഡ -5 ന്യൂ -9. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് നമ്മൾ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 ആകണം. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആദ്യം നമുക്ക് റാങ്ക് ഓഫ് എയുടെ കേസ് എടുക്കാം. റാങ്ക് ഓഫ് എ 3 ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താ? ഈ ഡോട്ടഡ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് പോർഷൻ, അതായത് ഇങ്ങോട്ടുള്ള പോർഷൻസ്, ഈ 3 റോ ആണ് വരുന്നത്. ഈ 3 റോയിൽ ലാംഡ -5ന്റെ അവിടെ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ 2 ആയി മാറും. അപ്പൊ ലാംഡ -5 എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകാൻ പാടില്ല. ഓക്കെ അല്ലേ? ന്യൂ -9 അപ്പൊ 0 ആകാമോ? ന്യൂ -9 0 ആകാൻ പറ്റുമോ? ന്യൂ -9 എന്ന് പറയുന്നത് എന്തുമാകാം. അത് എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ ഈ ലാംഡ -5ന്റെ അവിടെ അത് നമുക്ക് ഒരിക്കലും 0 ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ഞാൻ നോൺ 0 ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുത്തു, 1 എന്ന് കൊടുത്തു. ഇനി ന്യൂ -9 ഞാൻ 0 ഒന്നും കൊടുക്കുകയെന്ന് വിചാരിക്കുക, 0 ഒന്നും കൊടുക്കും. ഇപ്പൊ ഒന്ന് റാങ്ക് ഒന്ന് നോക്കിയേ നിങ്ങൾ. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 അല്ലേ? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ ഈ ഒരു ഫുൾ മെട്രിക്സ് വരുന്നത് കൊണ്ട് ലാസ്റ്റ് റോയിൽ നമ്മുടെ റാങ്ക് ഓഫ് എയിൽ 1 ഉണ്ടല്ലോ. റാങ്ക് ഓഫ് എ കാണുന്ന എ മെട്രിക്സിന്റെ ലാസ്റ്റ് റോയിൽ ഒരു 1 ഉണ്ട്, നോൺ 0 ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റാങ്ക് ഓഫ് എ ബിയുടെ എന്ത് വരും? 3 തന്നെ വരും. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 തന്നെ വരും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇവിടെ ലാംഡ -5ഉം ഇവിടെ ന്യൂ -9 ഞാൻ തിരിച്ചെഴുതുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോ ലാംഡ -5 നോട്ട് ഈക്വൽ ടു 0യും ന്യൂ ക്യാൻ ടേക്ക് എനി വാല്യൂ. ന്യൂവിന് ഏത് വാല്യൂ വന്നാലും കുഴപ്പമില്ല. ലാംഡ -5 എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകാൻ പാടില്ല. അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ എഴുതാം. The system ഇത് ഇമ്പോർട്ടന്റ് ആണ്. The system has unique solution if rank of AB is equal to rank of A is equal to number of unknown. Okay, this is possible only if lambda -5 not equal to 0. Therefore, the system has an unique solution if lambda not equal to 5 and mu can take any value. ന്യൂവിന് ഏത് വാല്യൂ വന്നാലും കുഴപ്പമില്ല. mu can take any value. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ പാർട്ടും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഈ 1 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ അല്ലേ? ഈ 1 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ. 1 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ. ഓക്കെ, അതായത് എന്താ? നമ്പർ ഓഫ് അൺനോൺസ് ഇവിടെ എത്ര ഉണ്ട്? നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. അപ്പൊ ഈ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എ അപ്പൊ എന്തായി മാറണം? 2 ആയിട്ട് മാറണം അല്ലേ? എന്നാലല്ലേ ഈ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ മുകളിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നത്. ഓക്കെ, ഈ മെട്രിക്സ് ഒന്ന് നോക്കിയേ. ഈ മെട്രിക്സിനകത്ത് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ -5ന്റെ അവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്തായാലും അത് 2 ആകണം എന്നുണ്ടെങ്കിൽ എന്താണ്? ലാംഡ -5 0 ആയേ പറ്റത്തുള്ളൂ. ഇനി റാങ്ക് ഓഫ് എ ബി എടുക്കുമ്പോഴും റാങ്ക് ഓഫ് എ ബി 2 ആകണം എന്നുണ്ടെങ്കിൽ ന്യൂ -9 0 ആയാലല്ലേ പറ്റത്തുള്ളൂ. എന്നാലല്ലേ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും 2 ആയി മാറുകയുള്ളൂ. അത്രേ ഉള്ളൂ. ലാംഡ -5ഉം 0 ആയി മാറണം, ന്യൂ -9ഉം 0 ആയി മാറണം. അതായത് ലാംഡയ്ക്ക് അപ്പൊ ഏത് വാല്യൂ വരണം? ലാംഡ = 5 വരണം, ന്യൂ = 9 എന്നും വരണം. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, എഴുതുവാണ്. The system has a 1
parameter family of solution if rank of AB equal to rank of A equal to 2 less than number of unknowns is equal to 2. Okay, this is possible only if lambda minus 5 is equal to 0 and nu minus 9 is equal to 0. അതായത് lambda minus 5 0 ആകണം, nu minus 9 എന്നുള്ളത് 0 ആകണം. Therefore the system has a one parameter family of solution if lambda is equal to 5 and nu is equal to 9. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇതൊന്ന് നോക്കിക്കോണം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു എ, 3x plus 4y plus 5z is equal to b, 2x plus 3y plus 4z is equal to c. First part, have no solution if a is equal to b is equal to c is equal to 1, and have many solution if a is equal to b by 2 is equal to c is equal to 1. ഇവിടെ നമുക്ക് എന്താണ് ഇതാക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ഇവിടെ മെട്രിക്സിനെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്തിട്ട് ഗോസ് എലിമിനേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എക്കും ബിക്കും സിക്കും അവർ വാല്യൂസ് അത് അതിനകത്ത് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നോ സൊല്യൂഷൻ എന്നുള്ള രീതി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് കൊടുത്തു നോക്കാം. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുള്ള ലീനിയർ ഇക്വേഷൻസിൽ നിന്നും നമ്മൾ എന്താണ് ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യണം അല്ലേ? ഓഗ്മെന്റഡ് മെട്രിക്സ് ഇവിടെ എന്താണ് ഓഗ്മെന്റഡ് മെട്രിക്സ്? മെട്രിക്സ് എ ബി ആണ്. ബി മെട്രിക്സ് ഉണ്ടല്ലോ. ഓക്കെ, റൈറ്റ് സൈഡിൽ ഇല്ല ബി മെട്രിക്സ്. Augmented matrix AB is equal to first equation x plus y plus z is equal to അപ്പോൾ 1 1 1 a. രണ്ടാമത്തെ എന്താ വരുന്നത്? അപ്പോൾ 3a 4 5 b വന്നു. മൂന്നാമത്തേതോ 2 3 4 z 4 c എന്ന് വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഗോസ് എലിമിനേഷൻ ഒക്കെ അറിയാമല്ലോ. ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെന്റ് നോൺ സീറോ ആണ് ചെക്ക് ചെയ്തു. അത് നോൺ സീറോ ആണ്. 1 1 1 a. ഇനി ആ 1 തൊട്ട് താഴെയുള്ള ഈ 3 2 0 ആക്കാനുള്ള ഓപ്പറേഷൻ കൊടുക്കണം. R2 ചേഞ്ചസ് ടു R2 മൈനസ് 3 R1 എന്നും R3 ചേഞ്ചസ് ടു R3 മൈനസ് 2 R1 എന്നും കൊടുത്താൽ റെഡിയാവും. അപ്പോൾ R2 മൈനസ് 3 R1 കൊടുക്കുമ്പോൾ 0യെ 4 മൈനസ് 3 1 5 മൈനസ് 3 2 b മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, ഇതെന്ത് കിട്ടുന്നു? ഇത് 0യെ 3 മൈനസ് 2 1, ഇത് 4 മൈനസ് 2 2, ഇതെന്ത് കിട്ടുന്നു? സി മൈനസ് 2a. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഓപ്പറേഷൻ എന്താണ്? അടുത്ത സെക്കൻഡ് റോ എടുക്കുന്നു. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന് തൊട്ട് താഴെയുള്ളത് 0 ആക്കണം. ഓക്കെ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഏതാണ്? ഈ 1 ആണ്. 1ന് തൊട്ട് താഴെ കിടക്കുന്ന ഈ 1 നമ്മൾ എന്താക്കണം? 0 ആക്കണം. അപ്പോൾ ആദ്യത്തെ രണ്ട് റോ നമ്മൾ അതേപോലെ എഴുതുന്നു. 0യെ 1 2 b മൈനസ് 3. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 മൈനസ് R2 ചെയ്താൽ മതിയല്ലോ. 1 മൈനസ് 1 0 ആയില്ലേ? അപ്പൊ 0യെ ഇതെന്ത് വരുന്നു? സി മൈനസ് 2a മൈനസ് ba പ്ലസ് 3a. അപ്പൊ എന്ത് കിട്ടുന്നു? a മൈനസ് ba പ്ലസ് സി എന്ന് കിട്ടില്ലേ? കുറയ്ക്കുമ്പോൾ a മൈനസ് ba പ്ലസ് സി എന്ന് കിട്ടി. ഓക്കെ, a മൈനസ് ബി പ്ലസ് സി. ഇനി നമ്മുടെ ഓരോ കണ്ടീഷൻസ് എടുക്കുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? നോ സൊല്യൂഷൻ ഇഫ് എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു 1. ഇനി എയുടെയും ബിയുടെയും സിയുടെയും സ്ഥാനത്ത് നിന്ന് കൊടുത്തേ 1 1 1 എ. അപ്പൊ 1 ആയി. എന്താ 0 1 2, ബി എന്താണ്? 1 ആണ്. എ എന്താണ്? 1 ആണ്. അപ്പൊ ബി 1 മൈനസ് 3 എന്താ? മൈനസ് 2. അടുത്ത എന്ത് കിട്ടുന്നു? 0 0 0. അടുത്ത എന്താ വരുന്നത്? 1 മൈനസ് 1 0 0 1. ഓക്കെ, അപ്പൊ 1 കിട്ടി. ഇത്രയും കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ റാങ്ക് ഓഫ് എ ബി എന്താണെന്ന് നോക്കിയേ. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ ഫുൾ മെട്രിക്സ് ആണ്. അത് 3 ആണ്.
റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നു? റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ ഈ ഡോട്ടറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ. അപ്പോൾ റാങ്ക് ഓഫ് എ 2 ആണ് കിട്ടി. അപ്പോൾ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore the system has no solution. System has no solution. Okay, clear? ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ കേസ്, സെക്കൻഡ് കേസിൽ എന്താ? എ ഇസ് ഈക്വൽ ടു ബി ബൈ ടു ഇസ് ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു 1. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 1, ബി ബൈ ടു ഇസ് ഈക്വൽ ടു 1, സി ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്നും എ ഇസ് ഈക്വൽ ടു 1, അപ്പോൾ ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഇസ് ഈക്വൽ 2 കിട്ടി, സി ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മെട്രിക്സിന്റെ എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂസ് ഇതിനകത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 1 1 1 1 നോക്കി എഴുതുക. ഓഗ്മെന്റഡ് മെട്രിക്സ് ഓഫ് ദ സിസ്റ്റം ഇക്വലന്റ് ടു എന്താവും? നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്തായി മാറി? 1 1 1 1. അടുത്ത എന്ത് വരും? 0 1 2. അവിടെ എന്തായിരുന്നു ടൈം? നോക്കിക്കേ, ബി മൈനസ് 3a എന്നല്ല, ബി മൈനസ് 3a. ബി എന്ന് പറയുന്നത് 2 അല്ലേ? 2 മൈനസ് 3a, 2 മൈനസ് 3, അപ്പൊ എന്ത് കിട്ടുന്നു? -1 കിട്ടുന്നു. 0 0 എ മൈനസ് ബി പ്ലസ് സി അല്ലേ? എ മൈനസ് ബി പ്ലസ് സി നോക്കി, എ മൈനസ് ബി പ്ലസ് സി. അപ്പൊ എ എന്താണ്? 1, ബി എന്താണ്? 2, സി എന്താണ്? 1. അപ്പൊ 2 മൈനസ് 2 0 നോക്കി, ഇതെന്താണ്? Therefore the system ഇതെന്താണ്? റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു 2, റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2, നമ്പർ ഓഫ് അൺനോൺ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 3 അല്ലേ? അപ്പോ റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയാൽ എന്ത് പറയാം? സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് and has infinite number of solutions അല്ലേ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അല്ലേ? അപ്പൊ ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ആർബിട്രറി കോൺസ്റ്റന്റ് കാണണ്ടേ? അപ്പൊ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്, അതിന്റെ ഫോർമുല എന്തായിരുന്നു? n മൈനസ് ആർ അല്ലേ? n എന്ന് പറയുന്നത് എന്താണ്? 3. 3 മൈനസ് 2 1. നമുക്കപ്പോൾ ആർബിട്രറി ആയിട്ട് ഒരെണ്ണം എടുക്കണമെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഏറ്റവും അവസാനം എഴുതി നിർത്തിക്കുന്ന മെട്രിക്സിന്റെ ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതിയേ. ലീനിയർ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസിക്കൽ 1 എന്നും വൈ പ്ലസ് 2 ഇസഡ് ഇസിക്കൽ -1 എന്നും വരും. അത് ഞാനൊന്ന് എഴുതുന്നു. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസിക്കൽ 1, വൈ പ്ലസ് 2 ഇസഡ് ഇസിക്കൽ -1. ഇനി എന്താ? പുട്ട് ഇസഡ് ഇസിക്കൽ ഒരെണ്ണം ആർബിട്രറി ആയിട്ട് എടുക്കാമല്ലോ. പുട്ട് ഇസഡ് ഇസിക്കൽ നമ്മൾ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ആയാൽ ഇക്വേഷൻ നമ്പർ 2 എങ്ങനെ മാറുന്നു? അതിൽ നിന്ന് നമുക്ക് y എന്ത് കിട്ടുന്നു? y ഇസ് ഈക്വൽ ടു -1 -2t കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് x എന്ത് കിട്ടുന്നു? ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുപോയി കൊടുത്തേ. അപ്പോ x -1 -2ta പ്ലസ് ta ഇസ് ഈക്വൽ ടു 1 എന്നാവും. ഇതിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? എന്ത് വരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു, ഇതെല്ലാം അപ്പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടുന്നു? ഇവിടെ -2tയും ടിയും കൂടെ വരുമ്പോൾ ഇവിടെ -t ആണ് വരുന്നത്. സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടുന്നു? t ആവും. ഇവിടെ -1 ഉണ്ട്, അപ്പുറത്തൊരു 1 ഉണ്ട്. അപ്പോൾ 2 പ്ലസ് ടി എന്ന് ആൻസർ കിട്ടും. എക്സിന്റെ ആൻസർ നമുക്ക് 2 പ്ലസ് ടി കിട്ടി. വൈയുടെ ആൻസർ നമുക്ക് -1 -2t കിട്ടി. ഇസഡിന്റെ ആൻസർ എന്താ? ടി എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ന്യൂ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 1, എക്സ് പ്ലസ് 2y പ്ലസ് 3z ഇസ് ഈക്വൽ ടു ന്യൂ, എക്സ് പ്ലസ് 5y പ്ലസ് 9z ഇസ് ഈക്വൽ ടു ന്യൂ സ്ക്വയർ ഈസ് consistent for each values of nu obtained
ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ സിസ്റ്റം. ഇത് 2017 KTയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 2024 KTയിലെ പരീക്ഷയിലും മെട്രിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക. ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് കൂടി ഇടുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്